എനിക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ നല്ലപോലെ അനുഗ്രഹിച്ച സ്ത്രീയാണ്. ആ കാലഘട്ടത്തിൽ തിരുവാഭരണം ഇരിക്കുകയാണ്, അതിൻ്റെ താക്കോൽ ഇപ്പുറത്താണ്. 50 വർഷം ഭരിച്ചിട്ട് കേസിൽ കിടക്കുക. അത് കൂട്ട് കുത്തി തുറന്നിട്ട് ഭഗവാൻ കിടന്ന മേശയും ഭഗവാന്റെ ചില പടങ്ങളും ഡോക്യുമെൻസും ഭഗവാൻ കിടന്ന ഷീറ്റും ഞങ്ങൾ കൊടുക്കുന്ന എല്ലാം പുറത്തെടുത്ത് രാത്രിയിൽ അതിൽ കൃഷ്ണപ്പരിന് വട്ടമിട്ട് വരുന്നു. ആചാര്യവർണ്ണം നടത്തി വൈകിട്ട് അപ്പോഴവിടെ വെള്ളമില്ല, പമ്പ് ചെയ്ത് കൊണ്ടുവരും അവിടെ വെള്ളം അവിടെ. പക്ഷേ ഞാൻ അങ്ങോട്ട് ആചാര്യനായിട്ട് കാല് കുത്തിയും പൊടിച്ചു ഭയങ്കര മഴ പെയ്തു. മാർത്താണ്ഡവർമ്മ തമ്പുരാനുള്ള സമയത്ത് ഞാൻ നവരാത്രി മണ്ഡപത്തിൽ ആദ്യമായിട്ടൊരു സ്ത്രീ കയറി യജ്ഞം ചെയ്യുന്ന ഞാൻ ആചാര്യമായിട്ട് 7 ദിവസം കൊട്ടാരത്തിൻ്റെ പരിരക്ഷയിലാണ്. തമ്പുരാൻ്റെ വലിയ കാറയിൽ എന്നെ പിന്നെ കയറ്റിക്കൊണ്ട് പോകും. അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ പട്ടത്ത് താമസിക്കും. പറയുന്നവനും കേൾക്കുന്നവനും നടക്കുന്നതും ഒക്കെ സത്യമാണെങ്കിൽ അവിടെ ആവിഷ്കരിക്കും, വിഷ്വലൈസ് ചെയ്യും. അങ്ങനെ തന്നെ പറ്റി. പിറ്റേന്ന് നരസിംഹാവതാരം വായിച്ചപ്പം അടവി വന്നു. പത്മതീർത്ഥക്കുളത്തിൽ ആദ്യമായിട്ട് അപപ്രസ്ഥാനം നടത്തിയത് ഞാനാണ്. എനിക്ക് തിരുവിതാംകൂർ ഭവനും പട്ടുമാണ് ഭഗവാൻ തരും, പൊന്നും പട്ടും തരുമെന്ന് പറഞ്ഞു. ലക്ഷ്മിപ്രഭ എൻ്റെ പേരിടണമെന്ന് പറഞ്ഞു, സ്വാമിയുടെ പേരിട്ടു. അപ്പോൾ എൻ്റെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇതല്ല, ഈ ഓടക്കുഴക്കാരൻ്റെ കാര്യം. അപ്പോൾ എനിക്ക് അച്ഛനുണ്ട്, 94 വരെ അച്ഛനുണ്ട്. അപ്പം എനിക്കങ്ങനെ അച്ഛനുണ്ട്, അച്ഛൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോക്കും. 94 കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഭാഗവതം പറയാൻ തുടങ്ങി. അപ്പം എൻ്റെ കുടുംബത്തിൽ എനിക്കൊന്നും ഈ ഭക്തി മൂത്തുകൊണ്ട് നല്ല ജന്മിമാരാണ്, വസ്തു തന്നില്ല. അമ്മയുടെ അവിടുന്ന് ഷെയറൊന്നും കിട്ടിയില്ല പുന്നപ്രയെന്ന്. ഞാൻ അവിടുന്ന് അവസാനം പോരുന്ന സമയത്ത് അപ്പൂപ്പൻ വായിച്ചിരുന്നൊരു ഭാഗവതം താഴെ കിടക്കുന്നു. ഞാനത് പൊന്നുപോലെ എടുത്ത് പൊതിഞ്ഞ് ഒരു പട്ടുതുണി കൊണ്ടുവന്ന് അത് ഒരു 2 അറ്റം പോയ ഭാഗവതം. അത് ഒത്തിരി പേര് വന്ന് കണ്ടത്, ഒരു വീഡിയോ ഒക്കെ ചെയ്ത് ഭാഗവതം സംസാരിച്ചെന്ന് പറഞ്ഞ് ജനങ്ങൾ ചുരുക്കാൻ പറഞ്ഞാൽ സ്ത്രീകൾ വന്നത് പിച്ചി കയറി. ഇപ്പോഴും വെച്ചിട്ടുണ്ട് ഞാനത്. ആ ഭാഗവതം ഞാൻ എടുത്ത് വായിക്കാൻ തുടങ്ങി. അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ചുമ്മാ ഇരുന്ന് കിട്ടും. പുതിയ ഭാഗവതം വായിക്കാൻ പൈസ ഇല്ലഞ്ഞിട്ടാ. ഇതൊക്കെ വായിച്ച് കുറേ കാര്യങ്ങളൊക്കെ ആയി. അച്ഛനുണ്ട്, അച്ഛൻ 94 സമാധിയാവുക. പിന്നെ രക്ഷയില്ല, ഈ സ്ഥാപനം കൊണ്ടുപോയേ പറ്റുള്ളൂ. അപ്പം സമാധി പറഞ്ഞുകൊണ്ട് അച്ഛനാകുന്നത് എൻ്റെ ശരിയുള്ള സമാധിയായി. കാഴ്ചശക്തി നഷ്ടപ്പെടുന്നു, ശ്രവണശക്തി നഷ്ടപ്പെടുന്നു. അവിടെ തിരുവാഭരണം ഇരിക്കുകയാണ്, അതിൻ്റെ താക്കോൽ ഇപ്പുറത്താണ്. 50 വർഷം ഭരിച്ചിട്ട് കേസിൽ കിടക്കുക. അത് അച്ഛൻ്റെ ആൾക്കാരും അച്ഛനുമായിട്ട് അങ്ങോട്ട് കാണിച്ചു, തിരുവാഭരണം എന്ന് കാണിച്ചു. അപ്പം ഞാൻ അച്ഛൻ സിങ്കിങ് സ്റ്റേജ് ഞാൻ മാത്രമേ എടുത്തുള്ളൂ. ഞാൻ പോയി താക്കോൽ പൂട്ടിയെടുത്ത് തിരുവാഭരണ അമ്പലത്തിൻ്റെ താക്കോൽ പൂട്ടിയെടുത്ത് അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം പിന്നെ അങ്ങോട്ട് സൂപ്പറായിട്ട് പോവുകയാണ്. അച്ഛൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഈ പർണശാല ഏറ്റെടുക്കുക, ഞാനും മകനും കൂടെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം കിടന്ന ഒരു തേക്കിൻ്റെ മേശയുണ്ട്. ഈ ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും വിശ്വാസമില്ലാത്തവരാ ബന്ധുക്കളായിട്ട് വന്നത്. അതായത് ഇതെല്ലാം കുറേശ്ശെ എടുത്ത് അച്ഛൻ്റെ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം കത്തിച്ച് കളഞ്ഞു. അതായത് ഇത് ഏകദേശം 1 ഏക്കർ സ്ഥലമുണ്ട്. അത് അച്ഛൻ്റെ ഇളയ മകൾക്കാണ് കൊടുത്തേക്കുന്നത്. ഇവിടെയാണ് ഈ ആശ്രമം നിൽക്കുന്നതും ഇതിനകത്താണ്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും ശേഷിച്ചിന് അച്ഛൻ ഇത് ചെയ്യുന്നത് തന്നെ അവർ റീസണബിൾ അല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞതാണ്. അച്ഛനെ അവർ അംഗീകരിച്ചിരുന്നില്ല. പൈസ കൊടുക്കും അച്ഛൻ, അമ്മായി അച്ഛനാ അല്ലെങ്കിൽ അച്ഛനാന്നുള്ളവരെ. ബാക്കിയെല്ലാം കത്തിക്കാനുള്ള പ്ലാന് ഇവനെ കേട്ടു. അച്ഛൻ്റെ സഞ്ചയന ദിവസം ഇവനിതെല്ലാം കേട്ടു, ഇവരുടെ പ്ലാനിങ്. അവനെന്ത് ചെയ്തു, സഞ്ചയനം നടന്നതിൻ്റെ ഓടിയിങ്ങി വന്നിട്ട് പൂട്ട് കുത്തി തുടങ്ങുന്ന ബ്ലാക്ക് സ്മിത്ത് അവൻ്റെ കൂട്ടുകാരൻ. അവന് ഒത്തിരി കൂട്ടുകാർ ലേബറേഴ്സാണ്. ഇവനെന്ന് പറഞ്ഞാൽ അടിസ്ഥാന വർഗമായിട്ടാണ് സ്നേഹം. തെങ്ങിൽ കയറുന്ന പിള്ളേർ കൂടെയുള്ളവർ ലേബറേഴ്സ് അല്ലാതെ. അപ്പോൾ ഈ പിള്ളേരെല്ലാം അവൻ്റെ കൂട്ടുകാർ. ഇവനെ എല്ലാവർക്കും ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ്. ഇവന് അവരെ എല്ലാം വിളിച്ചുകൊണ്ട് അതിലൊരു പയ്യനെ വിളിച്ചുകൊണ്ടെന്ന് പൂട്ട് കുത്തി തുറന്നിട്ട് ഭഗവാൻ കിടന്ന മേശയും ഭഗവാന്റെ ചില പടങ്ങളും ഡോക്യുമെൻസും ഭഗവാൻ കിടന്ന ഷീറ്റും ഞങ്ങൾ കൊടുക്കുന്ന എല്ലാം പുറത്തെടുത്ത് രാത്രിയിൽ പുറത്തെടുത്ത് ഈ മേശ ഇപ്പോഴും കാണിക്കാം. ഞാനൊരു പുരാവസ്തുവായിട്ടത് വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ എൻ്റെ മകൻ്റെ കഷ്ടപ്പാടത്. അത് അവർ 2 പിള്ളേരും കൂടെ ഇപ്പോഴാ ദാസൻ എന്ന് പറഞ്ഞ പയ്യൻ വന്ന് കണ്ടത്. അവന് ജോലിയുണ്ട് വെളിയിൽ. ഇത് തള്ളി എങ്ങനെ നീക്കിയെന്ന് അറിഞ്ഞൂടെ, ഭഗവാന്റെ കഴിവ്. ഈ വെള്ളത്തിനകത്തൂടെ തള്ളി നീക്കി ഇപ്പം ഞാൻ താമസിക്കുന്ന വീടിനകത്ത് കൊണ്ടിട്ടു. ഭയങ്കര തടിയ തേക്കിൻ്റെ. അച്ഛൻ ഈ ഖാദി ബോർഡിൻ്റെ ഒരു ഇതുള്ളായിരുന്നു, സ്ഥാപനം ഉണ്ടായിരുന്നതുകൊണ്ട് ഗുജറാത്തിൽ നിന്ന് വരുത്തിയതാണ് തേക്കിൻ്റെ. ഒരിക്കലും അത് ഇപ്പോഴും മാറ്റാൻ മേല. സ്വാമി കിടന്നതാണ്. സ്വാമി അതേ കിടക്കും, ഞങ്ങൾ പൂ വിരിച്ചിട്ട് കൊടുക്കും അതിൽ. അപ്പോൾ പറയും നിൻ്റെ ബോംബെ ഡൈങ്ങിൻ്റെ ഷീറ്റൊന്നും വേണ്ട, മഹാലക്ഷ്മിയുടെ ലക്ഷ്മി തൽപ്പത്തിൽ കിടന്നവനാന്ന് പറയും. ഞാൻ പറയും വെറുതെ പൂളും അടിക്കാതെ സാഗര കടലിൽ കിടന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അത് ലക്ഷ്മി ദേവി ഞാനവിടെ വന്ന് കണ്ടില്ലല്ലോ എന്ന് പറയും. എടി അല്ല,
ഞാൻ ലക്ഷ്മി തൽപ്പത്തി, എൻ്റെ അമ്മ ലക്ഷ്മി ദേവി എനിക്ക് താമരപ്പൂ ശയ്യായിരിക്കും. ഞാൻ പറഞ്ഞു എന്തോ ആയിക്കോട്ടെ, ഈ ബോംബെ ഡൈങ്ങിൻ്റെ ഷീറ്റിനകത്ത് തൽക്കാലം ഇപ്പം ആ തടിയുടെ മുകളിലൊന്ന് കിടന്നാട്ടെ എന്ന് പറയും ഞാൻ. അതാണ് പറയുന്നത്, എപ്പോഴും പറയും നിനക്ക് മാത്രം അറിയാൻ എന്നെ, നിനക്ക് മാത്രം മനസ്സിലാക്കാൻ എന്നെ എന്ന് പറയും. എന്നുവെച്ചാൽ നമ്മളൊരു ദിവ്യതയല്ല, നമ്മളിപ്പം നമ്മളുടെ ഒരാൾ വന്നാലും നമ്മളെ സ്നേഹിക്കാനേ പഠിച്ചിട്ടുള്ളൂ. ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല, എനിക്ക് പ്രൊമോഷൻ വേണമെന്നോ കൊട്ടാരം വേണമെന്നോ വൈറൽ, എനിക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, എനിക്കൊന്നും ചോദിക്കാനില്ല. എനിക്കറിയേണ്ടത് മറ്റേതാണ്, മരണാനന്തര ജീവിതം. ഇതിന് അധികേതസ് ചോദിച്ചാലേ അതെനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അപ്പം ഞങ്ങൾ കേസായി. BA അവന് 14 വയസ്സുണ്ട്. അവന് കേസ് കൊടുക്കും, മോഷണ കേസ് വീട്ടുകാർ കൊടുക്കും, സഹോദരങ്ങൾ അവരുടെ ബന്ധുക്കളും കൊടുക്കും. അച്ഛനും മരിച്ചുപോയി, അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. 10 വർഷം പരീക്ഷ എഴുതുന്ന സമയത്ത് വരെ വാറണ്ട് പോകും. എന്തിനാ? ഇത് ഭഗവാൻ കിടന്ന തടിയെടുത്ത മോഷണ കേസാണ്. പക്ഷെ വിട്ടുകൊടുത്തില്ല. അവൻ ഭയങ്കര ഉജ്ജ്വലമായ ഒരു ചട്ടമ്പിയാന്ന് വേണം പറയാൻ, എതിർത്ത പറ്റത്തില്ല, ഇപ്പോഴും കയ്യിലുണ്ട്. പക്ഷെ അതെല്ലാം സെറ്റപ്പ് ആക്കി വെച്ച് ഭജന തുടങ്ങി അവർ, ഇവരുടെ ഈ സെറ്റെല്ലാം കൂടെ. വൈകുന്നേരം വരെ പെയിൻറ്റിങ്ങിനും അതിനും ഇതിനും ഒക്കെ പോയി വന്ന് പിള്ളേർ തിരിച്ചു വന്നിട്ട് ഭയങ്കര ഭജനയാണ് ഈ ഇതിനകത്ത്. എല്ലാം സെറ്റപ്പ് ആക്കി അവർ. ഹോട്ടലിൽ പോയി തീറ്റ സാധനം വാങ്ങിച്ചു വരും, ഞാൻ ശമ്പളം കിട്ടി പൈസ കൊടുക്കുക, അവർ പോയി എല്ലാവരും കൊണ്ടിരുന്ന് ഭജനയും സത്സംഗം എന്ന് വേണ്ട തുടങ്ങി, ആശ്രമം തുടങ്ങി. എനിക്ക് പതുക്കെ ചാൻസ് കിട്ടി തുടങ്ങി, ചില പ്രഭാഷണങ്ങൾക്കൊക്കെ വിളിക്കാൻ തുടങ്ങി. ഞാൻ അതിനൊക്കെ പോയി തുടങ്ങി. ചുരുക്കം പറഞ്ഞ് അപ്പോഴേക്ക് എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ യജ്ഞാചാരിയായിട്ട് പോവുക. ഞാനപ്പോൾ ഒരു പ്രഭാഷണം നടത്തി അമ്പലപ്പുഴ, അത് എളമണ്ണൂർ ക്ഷേത്രം എന്ന് പറയും. അതെൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ മള്ളിയൂർ തിരുമേനിയുടെ കൂടെ ഞാൻ അമ്പലപ്പുഴ പ്രഭാഷണത്തിന് ചെന്നു. അന്ന് അമ്പലപ്പുഴ എൻ്റെ നാടല്ലേ. അപ്പം ഞാൻ അവിടെ കുഞ്ചാമണി ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് മാനേജ്മെൻ്റ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. അവിടെ രാജീവൊക്കെയാണ് ഇപ്പോഴും ഉള്ളത്. നമുക്ക് എല്ലാവരും അതിൻ്റെ സത്താ കമ്മിറ്റിയൊക്കെ, ഇവരൊക്കെ എനിക്ക് ചാൻസ് തരും. ഓഫീസിൽ നിന്നല്ലേ ചെല്ലുന്നത്, ഈ പ്രായം കുറവ്, ഒന്നും അറിയത്തില്ല, എങ്കിലും അവരുടെ കൂടെ വേദിയെ കയറിയിരുന്ന് ഈ ബാലരമയിലെ ശ്രീകൃഷ്ണൻ്റെ കഥ കേട്ട പോലെ, ഉണ്ണിക്കടൻ്റെ കഥയും പാടും നല്ല പോലെ ഞാൻ. അപ്പം അങ്ങനെ ചാൻസ് കിട്ടി, എനിക്കൊരു ചാൻസ് കിട്ടി. പിന്നെ ഓച്ചിറ എനിക്കൊരു അരമണിക്കൂർ നേരം പ്രഭാഷണം കിട്ടി, അരിപ്പാട്ട് കിട്ടി. ഓച്ചിറ ദേവസ്വത്തിൻ്റെ പ്രസിഡൻറ്റ് എളമണ്ണൂർ ക്ഷേത്രത്തിലേക്ക് എന്നെ റെക്കമെൻഡ് ചെയ്യുകയാണ് ഒരു 97 എനിക്ക് കിട്ടുവാണ്. യജ്ഞാചാരിയായിട്ട് പോവുക ഞാൻ. എൻ്റെ രാഹുലെ ദൈവം എന്നെ രക്ഷിച്ചെന്ന് വേണം പറയാൻ. എനിക്കൊന്നും അറിയത്തില്ല, പക്ഷെ കൂടെ വായിക്കുന്നവരെല്ലാം എൻ്റെ സെറ്റപ്പാണ്. അവരെല്ലാം ഓരോ വേദികളിൽ പോയി വായിക്കുന്ന പൗരാണികരല്ലേ, അവർക്കെന്നെ ജീവനാണ്. ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഡ്രസ്സും അത് ഇതൊക്കെ തരും, ഇതൊന്നും ഞാൻ കൊണ്ടുവരത്തില്ല. എൻ്റെ കൂടെ ഉള്ളവരോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വായിക്കാൻ വരിക, എല്ലാ രാഗങ്ങളും അറിയാം. അപ്പോൾ എനിക്കൊന്നും കിട്ടണമെന്നില്ല, ഞങ്ങൾക്ക് ഈ ദക്ഷിണ തരുന്ന പോലും ഞാൻ പറയും നിങ്ങൾക്കും കൂടെ തരാം, എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ മതി. ഇവരാണ് എന്നെ എപ്പോഴൊക്കെ മണിയടിക്കണം, എപ്പോഴൊക്കെയാണ് ഓരോ അവതാരത്തിന് മണിയടിക്കണം, ഇങ്ങനെ മണിയടിപ്പിച്ച് ഞാൻ നിൽക്കും. പക്ഷേ എൻ്റെ നാവിൽ സരസ്വതി ഉദിച്ചെന്ന് പറയണം. ഞാനല്ല അവിടെ ആചാര്യവരണം കഴിഞ്ഞു. അപ്പോൾ ആചാര്യവരണം ആദ്യമായിട്ട് നടന്നപ്പോൾ ഒരു അത്ഭുതം നടന്നു. കൃഷ്ണപ്പരുന്ത് എളമണ്ണൂർ മഹാവിഷ്ണു ക്ഷേത്രം എന്ന് പറയുന്നത് ചൂരനാട് പോകുന്ന വഴിയാണ്, അറ്റാനം കഴിഞ്ഞ് പത്തനാപുരത്തിന് വന്നു. അതിൽ കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് വരുന്നു ആചാര്യവരണം നടത്തിയ വൈകിട്ട്. അങ്ങനെ ഒത്തിരി എനിക്ക് പ്രകൃതി എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇവിടെ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ കോതമംഗലത്ത് വെള്ളമില്ലാത്ത സമയത്ത് ഞാനിവിടെ വന്നൊരു ശിവപുരാണത്തിന് വന്നു. അപ്പോഴവിടെ വെള്ളമില്ല, പമ്പ് ചെയ്ത് കൊണ്ടുവരും അവിടെ വെള്ളം അവിടുന്ന്. പക്ഷേ ഞാനങ്ങോട്ട് ആചാര്യനായിട്ട് കാല് കുത്തിയും പൊടിച്ചു ഭയങ്കര മഴ പെയ്തു, ശരിക്കും വെള്ളം വന്നു. ഞാനൊക്കെ നനഞ്ഞ് താലപ്പലി എടുത്തു. അപ്പോൾ അവരൊക്കെ എന്നെ ദിവ്യനാക്കി അങ്ങ്. സത്യം പറഞ്ഞാൽ ഗുരു എനിക്ക് എന്തോ തരുവാണ്, പ്രകൃതി പ്രൊട്ടക്ഷൻ തരിക. അങ്ങനെ ഞാൻ യജ്ഞാചാരിയായി. സത്യം പറഞ്ഞ രാഹുലെ, ഞാൻ ശബരിമല യജ്ഞം ചെയ്തു, ഗുരുവായൂർ യജ്ഞം ചെയ്തു, പാവുമ്പ ഇതൊക്കെ യജ്ഞം ചെയ്തു, ഞാൻ വടക്കേന്ത്യയിൽ യജ്ഞം ചെയ്തു, ഹൈദരാബാദിലൊക്കെ. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് എന്നെ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ മാർത്താണ്ഡവർമ്മ തമ്പുരാനുള്ള സമയത്ത് ഞാൻ നവരാത്രി മണ്ഡപത്തിൽ ആദ്യമായിട്ടൊരു സ്ത്രീ കയറി യജ്ഞം ചെയ്യുന്ന ഞാൻ ആചാര്യയായിട്ട്. അവിടെ ഒരു ഇതാണ്, അത് വലിയൊരു സംഭവം. അതെനിക്ക് ഒരുപാട് വിസ്തരിക്കേണ്ടി അതുകൊണ്ടില്ല. പത്മനാഭസ്വാമിയുടെ തൊട്ടിപ്പുറത്ത് നവരാത്രി മണ്ഡപത്തിൽ മാർത്താണ്ഡവർമ്മ തമ്പുരാനെ മകനോടാ വിളിച്ചറിയുന്നത് ഒരു സപ്താഹ യജ്ഞം നടത്തുന്ന അവരുടെ ഒരു പുണ്യത്തിനാണ്. അപ്പോൾ ആരുണ്ട് അമ്മയെ വിളിച്ചു വരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാനങ്ങ് അതിശയിച്ചു, ചെയ്യൂ. അപ്പോൾ എന്നെ തമ്പുരാൻ വിളിപ്പിക്കുക, മോനെ കൊണ്ട് വിളിപ്പിച്ച് ഞങ്ങളെ യജ്ഞം ചെയ്യുക, ആചാര്യമായിട്ട് യജ്ഞം ചെയ്യുക. പ്രൊഫസർ രാമേന്ദ്രനുണ്ട്. 7 ദിവസം കൊട്ടാരത്തിൻ്റെ പരിരക്ഷയിലാണ്. തമ്പുരാൻ്റെ വലിയ കാറയിൽ എന്നെ പിന്നെ കയറ്റിക്കൊണ്ട് പോകും. അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ പട്ടത്ത് താമസിക്കും. തമ്പുരാൻ പൂർവ്വകഥകളൊക്കെ ഇതുപോലെ ഇരുന്നുകൊണ്ട് പറയും. ഞാനൊരു നല്ല ശ്രോതാവായി.
തമ്പുരാന് പറയാനൊരാളുമായി. തമ്പുരാൻ കല്യാണം കഴിച്ചിരിക്കുന്ന മാവേലിക്കരയെന്ന പണ്ടാലയുടെ മകൾ. അപ്പം ഞങ്ങൾ മാവേലിക്കരക്കാരുടെ കൂടെ നമ്മുടെ ഈ ഭയങ്കര സന്തോഷമായി. ഒരുപാട് അനുഭവങ്ങളാണ്, പറയാൻ വിസ്തരിക്കാൻ പറ്റത്തില്ല. കാര്യം അതായത് എനിക്ക് പെട്ടെന്ന് വിഷ്വലൈസ് ചെയ്യും സംഭവങ്ങൾ. അതായത് പ്രകൃതി എന്നെ ഏറ്റെടുത്തു. അതായത് ഈ നരസിംഹ അവതാര ദിവസം തമ്പുരാൻ കുറേ നരസിംഹത്തെ കൊണ്ടു തന്നു. അതായത് പ്രതിമ വെക്കണമല്ലോ. അപ്പം ഈ പ്രത്യേകമായിട്ടാണ് കൃഷ്ണനെയൊക്കെ ഉണ്ടാക്കിയത്. അപ്പം ഞാൻ പറഞ്ഞ തമ്പുരാനെ ഈ രക്തചന്ദനത്തിൻ്റെ നരസിംഹത്തെയൊക്കെ വെച്ച് പൂജിക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെന്തമ്മ? ഞാൻ പറഞ്ഞു, ഇവിടെ നരസിംഹമല്ലേ ഇരിക്കുന്ന പത്മനാഭനല്ലേ, ഇനി ഇതെങ്ങാനും അനുഗ്രഹിച്ചാൽ എന്ത് ചെയ്യും? അപ്പം അതൊന്നും കുഴപ്പമില്ല. 3-4 നരസിംഹത്തെ കണ്ടിട്ട് ഒരു നരസിംഹത്തെ എടുത്തു വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു, തമ്പുരാനെ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടാകും കേട്ടോ എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഇത് സത്യസ്വരൂപമല്ലേ. അതായത് ഭാഗവതം പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. ജന്മാദ്യസ്യ യഥോന്യാദിതരതച്ചാർത്തേഷ അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദി കവയെ മുഖ്യന്ത്യ സൂര്യ തേജോ വാരിമൃത യഥാ വിനിമയോ എത്ര തൃസൃഗാമൃഷ ദാംനാസേന സദാ നിരസ്തകുകം സത്യം പരം ധീമഹി. പറയുന്നവനും കേൾക്കുന്നവനും നടക്കുന്നതും ഒക്കെ സത്യമാണെങ്കിൽ അവിടെ ആവിഷ്കരിക്കും, വിഷ്വലൈസ് ചെയ്യും. അങ്ങനെ തന്നെ പറ്റി. പിറ്റേന്ന് നരസിംഹാവതാരം വായിച്ചപ്പം അടവി വന്നിട്ട് ഒരു ആ ഞാറ അവിടെ നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഞാറ കമ്പൊടിഞ്ഞ് വീണിട്ട് ഒരു ഓട്ടോറിക്ഷയുടെ മുകളിൽ വീഴുക. പക്ഷെ ആർക്കും ഒരു അപകടം പറ്റിയില്ല. അപ്പം ഈ പാരായണം ചെയ്തിട്ട് ഈ ഒരു കാര്യം കൂടെ ഉണ്ട്. അതെനിക്ക് പൗരാണികരെ പറഞ്ഞു, അമ്മ പ്രഹ്ലാദ സ്തുതി വായിച്ച് നിർത്തരുത്. നരസിംഹം പ്രഹ്ലാദ ഭദ്രം ഭദ്രം എന്ന് പറഞ്ഞിട്ട് മറയണം, ഇല്ലെങ്കിൽ ഇതവിടെ നിൽക്കും. അപ്പം അത് പറഞ്ഞു കഴിയുമ്പോൾ ഇത് മറയും. ഇങ്ങനെ അത് പറയാനാണെങ്കിൽ പറയാനേ ഉള്ളൂ, ജന്മാന്തരങ്ങളിൽ പറയണം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തമ്പുരാൻ അപ്പോൾ പറഞ്ഞു, എനിക്ക് പേടി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രിമാരും അവരൊക്കെ നിൽക്കുക. പറഞ്ഞ് പത്മതീർത്ഥക്കുളത്തിൽ ആദ്യമായിട്ട് അപപ്രസ്ഥാനം നടത്തിയത് ഞാനാണ്. അപ്പോൾ പത്മതീർത്ഥക്കുളത്തിന് തമ്പുരാൻ മാളയുടെ മോളെ ഏറി നിൽപ്പുണ്ട്. വേറെ തമ്പുരാട്ടിമാരെല്ലാം ഉണ്ട്, അശ്വതിരുന്നാൾ തമ്പുരാട്ടിയും അല്ലമ്പുരാട്ടിയും എല്ലാവരും ഉണ്ട്. അവരെല്ലാം നോക്കുന്നുണ്ട്. അപ്പം ഈ വെക്കുന്ന പായസം എല്ലാം അങ്ങ് കൊണ്ടുപോകും. പിന്നെ ഇവർ പറയും പോലെയല്ല അതിനകത്ത് എടുത്തിട്ട് തരുന്ന വെള്ളിപ്പാത്രമൊക്കെ. ഞാൻ പറഞ്ഞു, തമ്പുരാനെ ഇതെല്ലാം കാണാതെ പോയാൽ അമ്മയ്ക്ക് എന്ത് ചേതം വേണം, ഇതിനകത്തല്ലേ കിടക്കുന്നത്, നിങ്ങൾ ഇത് ഇപ്പോൾ അതൊക്കെ ഞാൻ നോക്കിച്ചോളാം എന്ന് പറയും. ഇഷ്ടമാതിരി സ്റ്റാഫല്ലേ, അതെടുത്തിട്ടാണ് പൂജിക്കുന്നത് വെള്ളിക്കിണ്ടിയൊക്കെ. അപ്പോൾ തമ്പുരാൻ നോക്കി എന്നിട്ട് പറഞ്ഞ്, ഒരു ശ്രീകൃഷ്ണനെ തന്നിട്ടുണ്ട് എനിക്കത്. അത് തമ്പുരാൻ ഇത്തിരി വൃന്ദാവന അതെ ഞാൻ കഴിയുന്നതും ഈ യജ്ഞശാലയിൽ പോയാൽ രാസക്രീഡ വർണ്ണിക്കത്തില്ല. ഞാൻ ഇച്ചിരി ഗൗരവമേറിയ ആത്മീയതയാണ്. അതായത് ബ്രഹ്മസത്യം ജഗന്മിഥ്യെന്ന് ഞാനിത് വർണ്ണിച്ചു പോയാൽ ഒരുവിധപ്പെട്ടവരുടെ മനസ്സിലാകും. വയസ്സന്മാർ വരെ വന്നിട്ട് പറയും, ആ വൃന്ദാവന ലീല ആചാര്യൻ പറഞ്ഞത് ഒന്നുകൂടെ പറയാമെന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് ഇവരുടെ രോഗം മനസ്സിലാകും. അതുകൊണ്ട് ഞാനത് പറയത്തില്ല. അപ്പോൾ തമ്പുരാന് എനിക്ക് തന്നത് ഒരു വൃന്ദാവനസ്ഥനായിരിക്കുന്ന ഓടക്കുഴക്കാരന് കൃഷ്ണയാണ്. അപ്പോൾ അതും എൻ്റെ കയ്യിലുണ്ട്. എന്നിട്ട് പറഞ്ഞു, 7 ദിവസം വായിക്കാമെങ്കിൽ മുങ്ങണമെന്ന് അമ്മയുടെ ആളെ പറഞ്ഞു വിട്ടു. പത്മതീർത്ഥക്കുളത്തിൽ മുങ്ങാൻ പറഞ്ഞ ആചാര്യമായിട്ട്. ഡ്രസ്സൊക്കെ കടയിൽ കൊണ്ട് തന്നെ തന്നു. എനിക്ക് തിരുവിതാംകൂർ പവനും പട്ടുമാണ് ഭഗവാൻ തരുന്നത്, പൊന്നും പട്ടും തരുമെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായിട്ടാണ് അത് അവിടെയും ചെയ്തു. അങ്ങനെ ശബരിമലയും ചെയ്തു. അപ്പം പിന്നെ എൻ്റെ എന്താണെന്ന് സത്യം പറയുക രാഹുലേ, എനിക്ക് ശമ്പളത്തിൽ നിന്നല്ല രക്ഷപ്പെട്ടത്. പ്രഭാകര സിദ്ധിയോഗി തന്ന ആ ഓടക്കുഴക്കാരനാണ് എനിക്ക് സാമ്പത്തികം തന്നത്, എൻ്റെ വീട് വെക്കാൻ. അതായത് ജനങ്ങൾ തന്ന പൈസ. അതായത് എൻ്റെ വാതറെന്ന് പറയുന്ന ഈ കഥ എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ 7 ദിവസം ഞാൻ കുടുംബം വിട്ടുപോകും. ഞാനൊരു യഥാർത്ഥ സന്യാസിയായത്, യജ്ഞാചാരിയായത്. പ്രായപൂർത്തിയായ മകള്, ആരും തുണയില്ലാത്ത എൻ്റെ 2 കുഞ്ഞുങ്ങൾ. ഞാൻ പറയും, അമ്മ തിരിച്ചു വരുന്നിടം വരെ ദൈവം നിങ്ങളെ കാത്തോളും. സ്വാമിയപ്പനും അമ്മയ്ക്ക് പോയേ മതിയാവുള്ളൂ. 7 ദിവസത്തേക്ക് ലീവ് എടുക്കും. പിന്നെ എനിക്ക് ഓർമ്മയില്ല, വീട് വിട്ട് ഈ വരുന്ന കമ്മിറ്റിക്കാരുടെ കൂടെ വണ്ടിയൊക്കെ എറിയാൽ പിന്നെ എനിക്ക് വീടും ഇല്ല, ഒന്നുമില്ല. ഞാനും യജ്ഞശാലയും മാത്രം. ഞാൻ ഇപ്പം എന്നാൽ കുറച്ചെങ്കിലും എനിക്ക് ഭൗതികമായിട്ടൊരു ചിന്ത വരുമല്ലോ. ഇപ്പം എനിക്ക് എന്നെ റെഗുലേറ്റ് ചെയ്യാനറിയാം. അന്ന് അതൊന്നുമില്ല. ഞാൻ പോവുക, ഭഗവാനെ ആളാ, എനിക്ക് വീടൊന്നും ചിന്തയില്ല. 7 ദിവസം കഴിയുമ്പോഴാണ് കാണുന്നത്. എല്ലാവരും സത്യം ഞാൻ ലോകത്തോട് പറയുക, ഇപ്പം ഞാൻ അങ്ങനെ വേദി നിൽക്കുന്നില്ലെങ്കിലും ഞാൻ വേദിയിലായി ഈ പുസ്തകം കൊണ്ട്. അപ്പം നിൽക്കുന്നില്ലെങ്കിൽ ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളെ, ഞാനിങ്ങനെ ആദ്യം ചെറുപ്പം, പിന്നെ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് വരിക, എല്ലാവരും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ 100-ൻ്റെ 50-ൻ്റെ നോട്ട് കൊണ്ട് തരും. ഞാൻ ബെഡ് റെസ്റ്റ് എടുക്കുന്നിടത്ത് എനിക്ക് തരുന്നിടത്തും കൊണ്ടുവന്ന് ഞങ്ങൾക്കൊരു ദക്ഷിണ തരണം. സത്യം പറയാം, എനിക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ നല്ലപോലെ അനുഗ്രഹിച്ച സ്ത്രീയാണ് ആ കാലഘട്ടത്തിൽ.